ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മഞ്ഞൾ ലേഹ്യമാണ് തയ്യാറാക്കാൻ പോകുന്നത്. മഞ്ഞൾ ലേഹ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്രസവരക്ഷാ സമയത്തും ഒക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. നല്ല നിറം വയ്ക്കാനും ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിവിടെ മഞ്ഞളാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. മഞ്ഞൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. അയമോദകം വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അയമോദകം വയറുണങ്ങാനൊക്കെ സഹായിക്കും. പ്രസവരക്ഷാ സമയത്ത് വളരെ നല്ലതാണ്, ചേർത്ത് കൊടുക്കാം. മക്കൾക്ക് കൊടുക്കുമ്പോൾ അയമോദകം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ബദാമും നട്ട്സൊക്കെ ചേർത്തി ഈന്തപ്പഴമൊക്കെ ചേർത്തി കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കര 3 കട്ട ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഇതാ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്, തുറന്ന് നോക്കാം. നമ്മുടെ മഞ്ഞളും ഈന്തപ്പഴവും അയമോദകവും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ്ചർ, അതായത് മഞ്ഞളും ഈന്തപ്പഴവും അയമോദകവും ഒക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സി ജാർ തുടച്ച് ക്ലീൻ ചെയ്ത് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് മാറ്റാം. ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് നല്ലപോലെ യോജിപ്പിക്കണം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കാം. ഇതിൽ ഇപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ, നമ്മൾ അടുത്തുനിന്ന് മാറാൻ പാടില്ല കേട്ടോ. ഈ ലേഹ്യം തയ്യാറാക്കുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നോക്കണം. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇനി മറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. 1-ാം പാൽ, 2-ാം പാൽ എന്നിങ്ങനെ നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. നന്നായി ഒന്ന് നമ്മുടെ ശർക്കരയൊക്കെ ലേഹ്യത്തിൽ പിടിക്കട്ടെ. അതുവരെ നമുക്ക് ഇങ്ങനെ നന്നായി വരട്ടി കൊടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ നട്ട് വളർത്തിയ മഞ്ഞളൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അത്രയും ശുദ്ധമായിരിക്കും. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇടയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ പ്രസവ സമയത്തും അതിന് ശേഷം, പ്രസവ സമയത്ത് അയമോദകം ചേർക്കണ്ട, അതിന് ശേഷം പ്രസവ ശുശ്രൂഷ സമയമാണെങ്കിൽ നമുക്ക് അയമോദകം ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. വയറുണങ്ങാനൊക്കെ സഹായിക്കും. വളരെ നല്ല ലേഹ്യമാണ് മഞ്ഞൾ ലേഹ്യം എന്ന് പറഞ്ഞാൽ. നമുക്കെല്ലാവർക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് നിറം വർദ്ധിപ്പിക്കാനൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു ലേഹ്യമാണ്. നമുക്കിനി നമ്മുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വരട്ടിയെടുക്കണം. നമുക്ക് ആ പാലൊക്കെ എല്ലായിടത്തും പിടിക്കണം. നമ്മുടെ ലേഹ്യത്തിൽ നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 1-ാം പാൽ ചേർക്കേണ്ട സമയമായി. 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വരട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ ചേർത്താൽ നന്നായിരിക്കും. ഈ സമയത്ത് കണ്ടോ, വിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നമ്മുടെ ലേഹ്യം ഏകദേശം റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നന്നായിട്ട് വിട്ട് കിട്ടിയാൽ ലേഹ്യം തയ്യാറായി എന്നാണ് അർത്ഥം. കണ്ടോ, പാനിൽ നിന്ന് ഇങ്ങനെ പോരുന്നത് കണ്ടോ. നമ്മുടെ ലേഹ്യം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. നമുക്ക് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. വെള്ളം തട്ടാതെ നോക്കുക. ഇടയ്ക്ക് എടുത്ത് നമുക്ക് കഴിക്കാം. നമ്മുടെ ലേഹ്യം റെഡി ആയിട്ടുണ്ട്. വൃത്തിയുള്ള പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്